അപ്പോൾ ഞാൻ മുംബൈയിൽ വന്ന് ഡോർമെറ്ററി എടുത്തിട്ടോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോം കിട്ടി. അപ്പോൾ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. അത് മാത്രമല്ല ഇത് മുംബൈ സിറ്റി ഏരിയയുടെ ഏറ്റവും നടുക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. മുംബൈയിൽ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. മറ്റേ സെൻട്രൽ ബാങ്കും പിന്നെ മറ്റേ ബാങ്കും മർച്ച് ബാങ്കും അങ്ങനെ ഭയങ്കര തിരക്കുള്ള സ്ഥലത്തിൻ്റെ സിറ്റിയുടെ ഹാർട്ട് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 350 രൂപ ഡോർമെട്രിക്ക് 350 രൂപ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു ദിവസത്തേക്ക് എടുത്തിട്ടുള്ളൂ, ഞാൻ മിക്കവാറും അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുത്തെ ബിൽഡിങ്ങുകൾ മൊത്തത്തിലൊരു പ്രത്യേക സ്റ്റൈലിലാണ് പണിതേക്കുന്നത്. എല്ലാ സൈഡിലുള്ള ബിൽഡിങ്ങുകളെല്ലാം ഒരു പേര് പോലെ തന്നെ, ഒരു ഫോർട്ട് പോലെ തന്നെ നമുക്ക് തോന്നും. ആ രീതിയിലുള്ള സ്റ്റൈൽ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ഭംഗിയൊക്കെ കാണാനായിട്ട്. ഇവിടെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ പേര് നോക്കിക്കേ, കാനഡ ബിൽഡിംഗ്. ഇതെന്ത് സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാനഡ ബിൽഡിംഗ് എന്നാണ്. രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരുപാട് എല്ലാം ഒരേപോലെ ഇരിക്കണം കണ്ടിട്ട്. ബിൽഡിങ്സിനൊക്കെ കണ്ടിട്ട് ഒരേപോലത്തെ ഒരു ഫീല്. സിറ്റിയിലത്തെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. തിരക്കിന് ഒരു കുറവുമില്ല. പിന്നെ മലയാളികൾ ഇഷ്ടംമാരുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് മലയാളികളുണ്ട്. മലയാളി ബോർഡുകളുണ്ട്. കുറേ സംഭവങ്ങളെ കണ്ടു. ഞാനിപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ വെച്ച് പോയി പറഞ്ഞു 50% അല്ലെങ്കിൽ 60% മലയാളികളാണ് ഇവിടെ ബിസിനസ് നടത്തുന്നതാണ്. ശരിയായിരിക്കും കേട്ടോ. നമ്മളാ നിൽക്കുന്ന ആ ഒരു ഡോർമെറ്ററി ഒരു മലയാളിയുടേതാണ്, ഒരു കാസർഗോട്ടുകാരൻ്റെതാണ്. പിന്നെ നമ്മളിന്നൊരു റെസ്റ്റോറൻറ്റിനാണ് അടുത്ത് തന്നെ, അവിടെ പോയായിരുന്നു. അപ്പോൾ അതും ഒരു മലയാളിയുടേതാണ്. ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. ഗോപുരമൊക്കെ പിടിച്ചിടന്നിട്ട് നാട്ടുകാർ മുഴുവനെ നോക്കണം കേട്ടോ. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇതൊരു ഹോസ്പിറ്റലാണ് കേട്ടോ, പാർസി ലൈൻ ഹോസ്പിറ്റൽ. എന്തോ ഒരു പഴക്കമുണ്ടാവില്ലേ. മുകളിൽ നിന്ന് വേസ്റ്റൊക്കെ താഴെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് അല്ല കേട്ടോ, അത് മറ്റേ സിമെൻറ്റിൻ്റെ ചാക്കാൻ തോന്നുന്നു. ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. എനിക്ക് ഇറങ്ങിയിട്ട് എല്ലാ ബിൽഡിങ്ങും ഒരേപോലെ തോന്നുന്നു. കാരണം എല്ലാത്തിൻ്റെ ആർക്കിടെക്ചറും ആ ഒരു കളർ തീമൊക്കെ എല്ലാം ഒരേപോലെയാണ്. ഇത് നോക്കിക്കേ, കണ്ടോ, പള്ളിയുടെ ഒക്കെ പോലെ കണ്ടിട്ട്. എന്തോരം ബിൽഡിങ്ങുകളാണ് നോക്കിക്കേ, ഫുൾ ബിൽഡിങ്ങുകൾ. അങ്ങനെ നമ്മൾ നടന്ന് മെയിൻ റോഡിൻ്റെ ഏതോ ഒരു വശത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഇങ്ങോട്ടുള്ള റോഡാണെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ മാപ്പ് എടുത്ത് നോക്കട്ടെ കേട്ടോ. ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു പ്യുവർ സിറ്റി വൈബിലേക്ക് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതിനടുത്തുള്ള മെയിൻ സ്ഥലം ഫ്ലോറ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജംഗ്ഷനാണ്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം. നമുക്ക് ആ ഒരു ജംഗ്ഷൻ്റെ അങ്ങോട്ടേക്ക് കിടക്കാം. ഫുഡൊക്കെ വെച്ചേക്കുന്ന പോലെ പുസ്തകങ്ങൾ വെച്ചേക്കുന്ന നോക്കിക്കേ. വാവ്, ഒരു പുസ്തക പ്രാന്തന്മാർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് സ്ട്രൈക്കാവും. $399 കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഗുയിസ് ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ജംഗ്ഷനുകളിലൊന്നാണ്. അത് ഫ്ലോറ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രതിമ കിട്ടി. ഫസ്റ്റ് കാണുന്നല്ല, അതിനപ്പുറത്ത് കാണുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാം. എന്തൊരു തിരക്കുള്ളൊരു സ്ഥലം നോക്കിക്കേ, എന്തോരം തിരക്കാണ്. സിഗ്നലിനടക്കുന്ന വണ്ടികളില്ലാതെ. ഫ്ലോറ ഫൗണ്ടെയിൻ 1869 കേട്ടോ ഈ ഒരു ഫൗണ്ടെയിൻ നമ്മൾ ഇന്നീ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തത്. ഗ്രീക്ക് ദേവതയായിട്ടുള്ള ഫ്ലോറ എന്ന് പറഞ്ഞ ഒരു ദേവതയുണ്ട്. അവരുടെ ഫിഗറാണ് മുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോറ ഫൗണ്ടെയിൻ എന്ന് വിളിക്കുന്നത്. വേറെന്തോ ഒരു ഫ്രേറി ഫൗണ്ടെയിൻ എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പേര്. നമ്മുടെ അടുത്ത് ബ്രോഡ്വേ പോലെ ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഒരു സാറ എന്ന് പറഞ്ഞിട്ടൊരു എന്തോ ടെക്സ്റ്റൈൽ ഷോപ്പോ എന്തുപോലെ ഉണ്ടോ, ടെക്സ്റ്റൈൽ ഷോപ്പാണ്. എന്ത് ഭംഗിയാണ് അതിനായിട്ട്. നല്ല തിരക്കാണ് അവിടെ തന്നെയാണ്. ഇവിടെ സ്ട്രീറ്റ് സെല്ലേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ബ്രോഡ്വേയിലൊക്കെ ആൾക്കാർ ഇരിക്കുന്ന പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഷർട്ടുകൾ നോക്കി. ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ജോലിക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ കാണുന്നത് കേട്ടോ. ടാക്സികൾ ഇഷ്ടം മാതിരി ഉണ്ട്. ഇവിടുത്തെ ടാക്സികളുടെ ഒരു കാണാനൊക്കെ ഒരു പ്രത്യേകതയാണ്. ഒരു മഞ്ഞയും ബ്ലാക്ക് കൂടെയൊക്കെ കലർന്ന് മിക്സ് ആയിട്ടാണ്. നമുക്കൊരു ചായ കുടിക്കണം, ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ടൊരു ചായ കുടിക്കണം. ഇവിടെ ടൈം ഇപ്പോൾ ഒരു 5 മണി 5:30 കഴിഞ്ഞു. ഇരുട്ടായി തുടങ്ങുന്നുണ്ട്.
ഞാൻ തിരിച്ചിടക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒരു ചായ കുടിക്കണം, ഇവിടെ നിങ്ങളൊരു ചായ കുടിക്കണം. ഗോയ്സ് എടുത്ത ബിൽഡിങ്ങിൻ്റെ ഭംഗി നോക്കിക്കേ, എന്ത് രസം കാണാൻ കേട്ടോ, രക്ഷയില്ല കേട്ടോ, അടിപൊളി. അവിടെ സ്റ്റാർബക്സ് ഉണ്ട് കേട്ടോ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്. ആ ഗോയ്സ് ബിൽഡിങ്ങുകളുടെ ഭംഗി നോക്കിക്കേ, അടിപൊളി. എൻ്റെ പിന്നെ ഒന്നും പറയാൻ കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഗോയ്സ് ഇവിടെ ഇപ്പോൾ ഒന്നിലധികം തവണ ഞാൻ മലയാളം കേട്ടിട്ടോ. ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മലയാളം പറയുന്നുണ്ട്. മലയാളികൾ ആവശ്യം പോലെ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇന്നത്തെ കറക്കങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഡോമിലെത്തിയിട്ടോ. ഞാൻ കുറച്ച് മുമ്പെത്തിയതാണ്. മുമ്പെത്തിയിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതിനടുത്തൊരു മലയാളിക്കാരുണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു, പൊറോട്ടയും ബീഫൊക്കെ അടിച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഒരു കോഫിയും കുടിച്ചു വേറൊരു മലയാളിക്കാരുണ്ട്. ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് കേട്ടോ. എന്തായാലും കിടക്കാൻ പോവാണ്, ഒരുപാട് ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. കുറച്ച് പോസ്റ്റുകൾ ഇടാറുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്റ്റോറി ഇടാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടക്കും. എന്തായാലും നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഡോമിലാണ് കേട്ടോ, സൺ സിറ്റി. ഇതിനുള്ളിലാണ്. അത്യാവശ്യം നല്ല ഡോമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും നമ്മുടെ മുത്തി ഇവിടെ ഇരിപ്പുണ്ട്, കളറൊക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാനാണ്. പൂച്ചകളുണ്ട് ഇവിടെ. നമുക്ക് അവിടെ ഉറങ്ങി എണീച്ചിട്ട് നാളെ രാവിലെ കാണാം. അവ ഡോമിനകത്തേക്ക് കയറാൻ പോകും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നാളെ കാണാം. അപ്പോൾ ഗുയ്സ് ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീച്ച് സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ കേട്ടോ. നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പോൾ ഗുയ്സ് ഞാൻ ഫുഡ് കഴിച്ചിട്ടോ. ഇവിടെ അടുത്തൊരു പബ്ലിക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് ഇടിയപ്പവും കടലക്കറിയും കഴിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായില്ല. തിരിച്ച് ഞാൻ ഡോമിലേക്ക് പോവാണ്. കുറേ എഡിറ്റ് ചെയ്യാനുണ്ട്, കുറേ വർക്കുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു എഡിറ്റിങ്ങിന് ഇരിക്കാൻ പോവാണ്. പുറത്തേക്ക് അധികം ഇറങ്ങുന്നില്ല. ഞാൻ ചെയ്യാനുള്ള 2 വീഡിയോസെങ്കിലും ചെയ്ത് തീർത്ത് അപ്ലോഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാണിട്ട് ഞാൻ നിൽക്കുന്നത്. ഡോർമെട്രി ഞാൻ എഡിറ്റിങ്ങിലാണ്. മാംഗ്ലൂരിലത്തെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് എഡിറ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചായിരുന്നു. നമ്മളുടെ ബോംബെ റെസ്റ്റോറൻറ്റിൽ ചിക്കൻ ബിരിയാണിയും കഴിച്ചു. പിന്നെ അവിടെ ഒരു മലയാളി കട തന്നെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് തന്നെ. അവിടെ കയറിയൊരു കോഫി കുടിച്ചു. ഞാൻ എന്നിട്ട് വന്നോടെ ഉറങ്ങി ഇതേക്ക് രാവിലെ എണീച്ചിട്ടോ പുറത്തേക്ക് ഇറങ്ങാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള മുംബൈ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലിട്ടേക്കാം. അപ്പം എല്ലാവട്ടം പറഞ്ഞല്ലോ, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ അതും കാണുക. ബൈ. ഒരു മില്യൺ ആൾക്കാരിലേറെ ഫോളോവേഴ്സ് ഉള്ള ഒരു ആക്ടറാണ്. ലുക്സ് സോ സിമ്പിൾ ആക്ച്വലി. ഒരുപാടുണ്ട് ടാക്സികൾ. നമ്മൾ മുംബൈയിലത്തെ മറൈൻ ഡ്രൈവിലെത്തി കേട്ടോ. എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് രാജാബായ് ക്ലോക്ക് ടവർ. പണ്ടത്തെ മീൻസ് മൂങ് ദാൽ പക്കോട പരിപ്പോടയൊക്കെ തിന്നുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ ഫുഡ് ബ്ലോഗറാണ്. ഇതാണ് ആ ചായ, നാഗോരി ടീ.